ഹലോ, ഇന്ന് നമ്മുടെ ഗാർഡനെ പറ്റി കുറച്ച് സംസാരിച്ചാലോ? വേറൊന്നുമല്ല, ഇന്ന് എനിക്ക് കുറച്ചധികം സമയമുണ്ട്. പക്ഷേ മഴ നമ്മളെ ചതിച്ചുകൊണ്ട് ഗാർഡനിൽ ഇറങ്ങിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് പ്രത്യേകിച്ചൊരു ടൈപ്പ് ചെടികളോട് അങ്ങനെ ഒരു ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പക്ഷേ തുടക്കം കുറിച്ചത് 10 മണികളിലാണ്. അത് നിങ്ങൾക്ക് നമ്മുടെ ഷോർട്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. എപ്പോഴും 10 മണികളുടെ വീഡിയോ ആണ് ഇടാറ്. കാരണം 10 മണീനെ വളർത്താനും ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച 10 മണികളാണ്. 50 കളറ് അല്ലെങ്കിൽ 50 വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മേടിച്ചത്. ഒരു 51 ചെടികൾ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൺലൈനിൽ നിന്ന് ചെടി മേടിച്ചു, പിന്നെ ചെടിച്ചട്ടി നിറച്ചു, പൂക്കൾ നട്ടു. അതിൻ്റെ കൂടെ മഴ പെയ്തു, ചെടികളൊക്കെ പോയി കുറേയൊക്കെ. പിന്നെ കുറച്ചൊക്കെ പൂക്കളുണ്ടായി. ഇത് നമ്മുടെ വീടിനടുത്ത് തന്നെ കിട്ടിയതാണ്. പക്ഷേ ഇതൊരു വെറൈറ്റി ചെടി ആയതുകൊണ്ട് തന്നെ ഞാനത് ടെറസിൻ്റെ മുകളിൽ കയറ്റി. ടെറസിൻ്റെ മുകളിലാണ് നമ്മുടെ വെറൈറ്റീസ് എല്ലാം വെച്ചിരിക്കുന്നത്. കാരണം താഴെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കാം, നമുക്കത് കൊടുക്കേണ്ടി വരും. പിന്നെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നശിച്ചു പോയി എന്നൊരു തോന്നൽ വേണ്ടത്. അല്ലാതെ തന്നെ ഇഷ്ടംപോലെ ചെടികൾ നശിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോണ ചെടികളൊക്കെ പോട്ടെ, നമുക്കിനിയും സമയം വരുമല്ലോ. അപ്പോൾ നമുക്കിനിയും ചെടി മേടിക്കാം. മഴയൊക്കെ പോയി സെറ്റായിട്ട് ചെടിയൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എല്ലാ ദിവസവും വന്നിട്ട് ചെടി നോക്കുമ്പോൾ ചെടിച്ചട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില വ്യത്യാസങ്ങൾ വരുത്താറുണ്ട് കേട്ടോ. ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ചെടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും മഴ ചതിച്ചു, മഴ വീണ്ടും വന്നിരിക്കുകയാണ്. മഴ ഇല്ലെങ്കിൽ നമുക്കൊന്നും നടക്കില്ല. എന്നാലും എൻ്റെ ചെടികൾക്ക് പൂക്കൾ വിരിയാനുള്ളൊരു സാവകാശം മഴ കൊടുക്കണില്ല കേട്ടോ. പിന്നെ കുറേ ബാൽസത്തിൻ്റെ ചെടികൾ നമ്മൾ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളത് പിടിക്കണവരെല്ലാം ടെറസിൻ്റെ മുകളിലാണ് വെക്കാറ്. അപ്പോൾ അത് നട്ട് വളർന്ന് അത്യാവശ്യം പന്തളിച്ച് തുടങ്ങിയപ്പോൾ ഞാനത് കൊണ്ടുപോയിട്ട് താഴെ വേറെ ചട്ടിയിൽ നട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ലോങ് വീഡിയോ ആക്കാൻ പറ്റിയിട്ടില്ല. ഈ ചെടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചെടി കേട്ടോ. ഇതിലൊരു 2-3 തരം വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്. ഇതേ ടൈപ്പ് 10 മണി കുറച്ച് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വെറും സ്വാഭാവികം മാത്രമാണ് കേട്ടോ. പിന്നെ കുറേ ചെടികൾ നമ്മൾ ഓണത്തിന് പൂക്കളിടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരും നമ്മളെ ചതിച്ച് പൂക്കൾ ഇടേണ്ട സമയപ്പോഴേക്ക് പൂക്കളില്ല ഗൈസ്. പിന്നെ പൂക്കളില്ലെങ്കിലും പൂന്തോട്ടം നിറയ്ക്കാനുള്ള പൂക്കൾ നമുക്ക് എവിടുന്നേലൊക്കെ കിട്ടും കേട്ടോ, അത് ഉറപ്പാണ്. ഇതൊക്കെ പിന്നെ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടണത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് ഒരിക്കലും നശിച്ച് പോകരുത് എന്നുള്ളൊരു രീതിയിൽ വെച്ചാണ്. ഇത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ്, ഓറഞ്ച് കളറ് ബാൽസം. പക്ഷെ അത് ഒരു നോട്ടം കിട്ടാതെ വളർന്ന ചെടി കേട്ടോ. നമ്മൾ അതിൻ്റെ ഇഷ്ടത്തിന് വളർന്നതാണ്. ഇതൊക്കെ പിന്നെ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച ജമന്തികളാണ്. ഇതിലിതുവരെ പൂവൊന്നും ഉണ്ടായിട്ടില്ല. നല്ല പൂക്കൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട് എനിക്ക്. പിന്നെ നമ്മുടെ പൂന്തോട്ടം ഭയങ്കര അലമ്പായിട്ട് കിടക്കുകയായിരുന്നു. ഇതായിരുന്നു കോലം. പക്ഷെ നമ്മളത് കുറച്ചൊക്കെ നീറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാനിടാം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ പൂക്കളെയും ഒരുപോലെയാണ് പരിചരിക്കാറ്. കൂടുതൽ കെയർ ആർക്കും കൊടുക്കാറില്ല കേട്ടോ. രാവിലെ അതിലൊരു ഇഷ്ടത്തിന് പൂക്കളുണ്ടാവണോ എന്ന് മാത്രം. എല്ലാ ചെടികളും വെച്ചിരിക്കുന്നത് നമ്മൾ ഓണത്തിന് പൂക്കളിടാൻ വേണ്ടിയിട്ടാണ്. പൂക്കളിടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പൂക്കളൊക്കെ കളഞ്ഞ് ചെടികളൊക്കെ കളഞ്ഞ് നമുക്ക് പുതിയ വെറൈറ്റീസൊക്കെ മേടിക്കണം കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ ഒരു 4-5 വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ഗാർഡൻ എങ്ങനെയുണ്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.